ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ. ഒരു സ്റ്റേക്കേഷൻ അതിനുള്ള തയ്യാറെടുപ്പാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു ദിവസത്തേക്കാണെന്നുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പോണ പോലെയാണ്. അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതായിരിക്കും. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ലാക്മേയുടെ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും പാക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്രാവശ്യം വിജയദശമിയും അതുപോലെ തന്നെ ബർത്ത്ഡേയും ഒക്കെ ഒരുമിച്ച് വന്ന കാരണം ഒരു ലോങ് വീക്കെൻഡ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ലീവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ പ്ലാൻ ചെയ്തു എന്നാൽ എങ്ങോട്ടെങ്കിലും പോകാം എന്നുള്ളത്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്നറാണ്. ഇത് ഭയങ്കര ഈസി ആകാരമുണ്ട്. ഞാൻ കുറേ കാലമായി വാങ്ങണം. ഇപ്പോൾ അതിനേക്കാളും ഒക്കെ അടിപൊളി കുറേ എണ്ണമൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ടാഗ് ചെയ്യാം. ഇത് അടുത്ത് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല. അതേ നമ്മുടെ ടീനേജർ ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ ചെയ്തു വെച്ചു. അല്ലെങ്കിൽ സ്ഥലം തരില്ല. എല്ലാ റൂമിലും ഓടി നടന്ന് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് മുപ്പത്തിയേറെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും റെഡിയായി പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ഇനി പോവാണ്. എങ്ങോട്ടാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ വഴിയെ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോസിൽ പറയാം. ഈ ഒരു സർപ്രൈസ് എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരുന്നു കേട്ടോ ഈ ബാക്കിൽ ഇത് കാണിച്ച കാര്യം ഞാൻ അറിഞ്ഞത്. സർപ്രൈസ് എനിക്ക് 14 തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും റെഡിയായി. രമേശേട്ടനും മിത്തുക്കുട്ടി പപ്പയും മോളും ആണെന്നുണ്ടെങ്കിൽ മാച്ചിങ് ആയിരുന്നു കേട്ടോ. അത് രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ അങ്ങനെ ആയി പോയതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ബൈ.